പ്രിയമുള്ളവരെ, വചനജ്വാല 1437 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 7 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ അമ്മ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15 നോമ്പ് 7-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഉത്തമഗീതം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മണവാളൻ: രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളയായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞ് ഒഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണ് നിന്റെ സ്തനങ്ങൾ. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബദ്രം കവാടത്തിന് അരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ദമാസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ്. നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോന്നതാണ്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്, എത്ര ഹൃദയഹാരിണിയാണ്. ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ. നിന്റെ സ്തനങ്ങൾ അതിന്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിന്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്തനങ്ങൾ മുന്തിരി കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റേതുപോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അധരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞ് പോലെയായിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. മണവാട്ടി: ഞാൻ എൻ്റെ പ്രിയന്റേതാണ്, അവൻ എന്നെയാണ് കാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ, വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മൊട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതളമാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം പകരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിൽക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കജറ്റനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. മാതാവിൻ്റെ ഭക്തയായിരുന്ന അമ്മ മകനെ കന്യകാംബികയുടെ ശിക്ഷണത്തിൽ ഏൽപ്പിച്ചു. ഈശോയുടെ എളിമയിലും അനുസരണയിലും ശാന്തതയിലും വളർന്ന കജറ്റൻ 36-ാം വയസ്സിൽ വൈദികനായി. 48-ാം വയസ്സിൽ മാറാരോഗികൾക്കായി ഒരു ആശുപത്രി സ്ഥാപിച്ചു. വൈദിക ജീവിത നവീകരണത്തിനായി തിയേറ്റർ എന്ന അറിയപ്പെടുന്ന ഒരു സന്യാസ സഭ കൂടി സ്ഥാപിച്ചു.
മാതാവിനോടുള്ള ഭക്തി മൂലം ഭക്തിയുടെ സമ്മാനമായി ഒരു ക്രിസ്മസ് തലേ രാത്രി ഉണ്ണീശോയെ മാതാവ് ഈ വൈദികന്റെ കയ്യിൽ വെച്ച് കൊടുത്തതായി പറയപ്പെടുന്നു. റോം ആക്രമിക്കപ്പെട്ടപ്പോൾ കജറ്റന്റെ കയ്യിൽ ധാരാളം പണമുണ്ടാകുമെന്ന് കരുതി കഠിനമായി ഇദ്ദേഹത്തെ മർദ്ദിച്ചു. സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്തിരുന്നു. പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ത്യാഗപൂർവമായ സേവനം ചെയ്തു. മരണസമയത്ത് ഒരു പലകയിൽ കിടത്താനാണ് ആവശ്യപ്പെട്ടത്. യേശുവിനെ അനുകരിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ഞാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തു നിന്നും യാത്രയായി. പ്രിയമുള്ളവരെ, വിശുദ്ധ കജറ്റന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.